പറഞ്ഞ് ഞാനും കാറ് കയറിയൊന്നും ആലോചിക്കുന്നുണ്ടാവില്ല നിങ്ങൾ. ഇത് കാറ് കയറിയൊന്നുമല്ല കേട്ടോ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എടുക്കേണ്ട വീഡിയോ ആയതുകൊണ്ടാണ്. അതായത് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലെ, അമേരിക്ക ഇങ്ങനെ ഇറാനെ തകർത്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടില്ലേ. ഇറാനിൽ ബോംബ് തിരിച്ചും മറച്ചും അങ്ങനെ ഇന്നലെ രാത്രിയും കൊണ്ടിട്ടു എല്ലാ സ്ഥലത്തും ബോംബ്. സത്യത്തിൽ ഇറാൻ തിരിച്ചടിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഇറാന് A to Z സ്ഥലത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നലെയും മെനിയാന്നൊക്കെ കുവൈറ്റിലും അല്ലെങ്കിൽ ബഹ്റൈനിലും മാത്രമായിരുന്നു. ഇന്ന് ആ സ്ട്രക്ചറൊക്കെ അങ്ങോട്ട് മാറി. അതായത് ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് ഇന്നിപ്പം രാവിലെ ഖത്തറിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഖത്തറിലെ അലേർട്ടൊക്കെ നിങ്ങൾ അവിടെയുള്ള ആൾക്കാർക്ക് അറിയാലോ അല്ലേ, അവിടെയുള്ള ആൾക്കാർക്ക് അറിയാം. ഖത്തറിൽ അലേർട്ട് വന്നിട്ടുണ്ട്, അതുപോലെ UAE അലേർട്ട് വന്നിട്ടുണ്ട്. അത് എത്രത്തോളം എക്സ്പ്ലോഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, എവിടെയാണ് എക്സാക്ട്ലി ഇട്ടത് എന്നുള്ളതൊക്കെ ഇനിയിപ്പം IRGC പുറത്തു വിടും. അപ്പം IRGC അങ്ങനെയുള്ള കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ സാധനങ്ങളൊക്കെ പുറത്തോട്ട് വിടാറ്. അപ്പോൾ എവിടെയൊക്കെ കൊണ്ടിട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. നല്ല രീതിയിലുള്ള അടികളാണ് അടിച്ചിട്ടുള്ളത്. ഇപ്പം ഈ ഇറാന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടുള്ളത്, ഇന്നലെ ട്രംപ് വന്ന് പറഞ്ഞു ഞാൻ 1000 മിസൈലുകൾ ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇറാനെ തീർക്കാൻ പോകണം, കാരണം അവരെന്നെ തീർക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അത് കേട്ട ആ സമയം മുതൽ ഞാൻ ഇറാനെ തീർക്കാൻ വേണ്ടി നിൽക്കുകയെന്ന് പറഞ്ഞു. ഇത് കേട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഒരു പ്രസ്താവനയും കൂടെ വന്നു. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കംപ്ലീറ്റ്ലി ഇറാൻ ഓപ്പൺ ആക്കാൻ പോകുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും വന്ന് സംസാരിച്ചു. ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇറാന്റെ എന്താ പറയുക പാർലമെന്ററി സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ഇന്ന് മുതൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുണ്ട്. അതായത് ഇനി ആർക്കുമില്ല, ഈവൻ ഏത് രാജ്യങ്ങളെടുത്തോ, ഇറാൻ പണ്ട് ഓക്കെ പറഞ്ഞ രാജ്യങ്ങൾക്ക് പോലും ഇനി സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ ഒരു കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് നമ്മൾ ആയിരിക്കും നമ്മുടെ ഊർജ്ജ പ്രതിസന്ധികളൊക്കെ ക്ലിയർ ആയി, നമുക്ക് ഗ്യാസ് കിട്ടി തുടങ്ങി. പക്ഷേ സത്യം അതല്ല, ഇനി വീണ്ടും ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ പിടി വരാൻ പോവാണ്. വീണ്ടും കംപ്ലീറ്റ്ലി ഒരു സാമ്പത്തിക മാന്ദ്യത്തിലോട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇറാൻ വ്യക്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്ക ഇത്രയും കാലം അമേരിക്ക പറയുന്നത് പറയും, ബാക്കിയുള്ളവർ കേൾക്കും. ഒരു വൺ സൈഡ് അഗ്രിമെൻ്റ് ആയിരുന്നു എല്ലാ പ്രാവശ്യവും, അല്ലെങ്കിൽ ഒരു വൺ സൈഡ് എന്താ പറയുക ഡീലാണ് എപ്പോഴും അമേരിക്ക ചെയ്യാറുള്ളത്. അപ്പം ഖാലിബാബ് ഇപ്പം വന്ന് പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെ വൺ സൈഡ് പരിപാടികളൊന്നുമില്ല. അതായത് 2 സൈഡ് ഉണ്ടെങ്കിൽ മതി, അതല്ലെങ്കിൽ ഞങ്ങൾ എന്താണോ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്തിരുന്നോളൂ, അല്ലെങ്കിൽ ആ കിട്ടുന്ന അടി അങ്ങോട്ട് വാങ്ങിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ബഹ്റൈനിലെ 5th ഫ്ലീറ്റിലോട്ട് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോൻ്റെ താഴത്ത് ആരൊക്കെ എന്ന് പറഞ്ഞു, ബഹ്റൈനിൽ ഒരു പ്രശ്നമില്ല കേട്ടോ, അവിടെ വളരെ ക്ലിയറാണ്. ബഹ്റൈനിലെ 5th ഫ്ലീറ്റിൽ ഇറാൻ്റെ മിസൈലുകൾ വന്ന് വീണിട്ട് അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ കുറച്ച് ഞാൻ ഇവിടെ വെച്ച് തരാം. അതായത് അവിടെ പുകഞ്ഞു, അവിടെ എക്സ്പ്ലോഷൻ സൗണ്ട് വരുന്ന വീഡിയോ എല്ലാം ഞാൻ ഈ ഭാഗത്ത് വെച്ചിരുന്നുണ്ട്. ഒന്ന് അവിടെ ഈ പറഞ്ഞ ആൾക്കാർ, കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവിടെ സമ്മതിച്ചു തരാത്ത ആൾക്കാർക്ക്, അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ വിചാരിക്കരുത് എന്താണ് വളരെ ഈസിയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം പല സ്ഥലത്ത്, ഇപ്പം എനിക്ക് തോന്നി കുവൈറ്റിലാണോ അതോ ബഹ്റൈനിലാണോ ഖത്തറിലാണെന്ന് തോന്നുന്നുണ്ട്, മറ്റൊരു അലേർട്ടും കൂടെ വന്നിട്ടുണ്ട്. അതായത് ഈ അമേരിക്കൻ ബേസിൻ്റെ ചുറ്റുപാടുള്ള ഒരു 100-200 മീറ്ററിൻ്റെ അടുത്തോട്ടൊന്നും സാധാരണ മനുഷ്യരെ പോകരുതെന്നും പറഞ്ഞ് ഇറാൻ ഒരു താക്കീതും കൂടെ കൊടുത്തിട്ടുണ്ട്. അതെ, നിങ്ങൾ അങ്ങോട്ടൊന്നും പോകരുത്, ഞങ്ങൾ അങ്ങോട്ടാണ് അടിക്കുന്നത്. ഇറാൻ വ്യക്തമായി ഞങ്ങൾ അങ്ങോട്ട് അടിക്കും, നിങ്ങളങ്ങനെ അടിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ അമേരിക്കയുടെ എല്ലാ സാധനങ്ങളും അടിക്കും. അപ്പോൾ അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സ്ഥലത്തോട്ടും അല്ല അമേരിക്കയുടെ ബേസുകളുടെ അടുത്തോട്ടൊന്നും നിങ്ങൾ പോകരുത്, എപ്പോഴാണ് മിസൈൽ അവിടെ വന്ന് വീഴുക എന്ന് പറയാൻ പറ്റില്ല എന്ന് ഇറാൻ്റെ സൈഡിൽ നിന്ന് മറ്റൊരു പ്രസ്താവനയും കൂടെ വന്നിട്ടുണ്ട്. കുവൈറ്റിൽ പല സ്ഥലങ്ങളിലും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബേസുകളിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുവൈറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കയുടെ ബേസുകളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇന്നലത്തെ അറ്റാക്കിനെ ഇറാൻ പറഞ്ഞത് തന്നെ എന്താണെന്നറിയോ, അതായത് ബഹ്റൈനി US അറ്റാക്ക് എന്നാണ് പറഞ്ഞത്. അതായത് ഏറ്റവും കൂടുതൽ ഈ 5th ഫ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ 5th ഫ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ബേസുകളിലെ കൺട്രോൾ ചെയ്യുന്ന ഒരു അറ്റാക്ക് വരുമ്പോഴും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഈ 5th ഫ്ലീറ്റിൽ വെച്ചിട്ടാണ്. അപ്പം അവിടുത്തെ ബേസിക് ആയിട്ടുള്ള റഡാർ സിസ്റ്റങ്ങൾ അടക്കമുള്ള സകല സാധനങ്ങളും ഓൾറെഡി അടിച്ച് കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയിട്ടുണ്ട്. അത് റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടക്കാണ് വീണ്ടും അമേരിക്ക ഈ പരിപാടിയായിട്ട് പോയതും തിരിച്ച് ഇറാൻ ആ പറഞ്ഞ സ്ഥലത്തോട്ട് തന്നെ, അതായത് അവർ റീസ്ട്രക്ചർ ചെയ്ത പല സ്ഥലങ്ങളിലോട്ട് അടിച്ചതും അവിടെയുള്ള കംപ്ലീറ്റ്, അതായത് അവിടെ ഈ ഫ്ലൈറ്റ് ഹാങ്ങേഴ്സ് കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഫ്ലൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് തീർത്ത് കളച്ചിട്ടുണ്ട്. നമ്മളിതൊന്നും കാണുന്നില്ല, കാരണം ഇറാനിൽ അമേരിക്ക വിടുന്ന മിസൈലുകൾ കാരണം കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ വന്നാണ് ആക്രമിക്കുന്നത്. അപ്പം അവിടെ നിന്ന് തന്നെ അവരത് ക്യാപ്ചർ ചെയ്തിട്ടാണ് അമേരിക്ക ഇത് റിലീസ് ചെയ്യുന്നത്. തിരിച്ച് ഇറാൻ വിടുന്നത്, കാരണം ഇറാൻ ഡയറക്റ്റ് മിസൈൽ ആക്രമണങ്ങളാണ്, ഇറാൻ ഫൈറ്റർ ജെറ്റുകൾ വെച്ചിട്ടല്ല ആക്രമണം നടത്തുന്നത്, ഡയറക്റ്റ് മിസൈൽ ആക്രമണം ആയതുകൊണ്ട് തന്നെ അവിടെ വന്ന് വീണ് പിന്നെ അവിടുത്തെ ക്യാപ്ചറും കാര്യങ്ങളാണ് ഇറാൻ പുറത്തോട്ട് വിടുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ സാറ്റലൈറ്റ് ഇമേജസ് ചൈനയും റഷ്യയും ഇറാൻ എടുത്തു കൊടുക്കും. അപ്പം അത് ഇറാൻ ആ സമയത്ത് പുറത്തു വിടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് കിട്ടിയ പണിയുടെ വലുപ്പം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അതുവരെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു വാർത്ത പറഞ്ഞാൽ അതിൻ്റെ താഴത്ത് വന്ന്
സംഘികളും ക്രിസംഘികളും കുരച്ചുകൊണ്ടിരിക്കും. ഇല്ല, ഞങ്ങളുടെ വാപ്പ, അതായത് ഞങ്ങളുടെ എന്താ പറയുക തന്ത, മോദിജി പറഞ്ഞു കൊടുത്ത തന്ത സെറ്റാണ് കാര്യങ്ങളൊക്കെ, ഇസ്രായേൽ വമ്പൻ സംഭവമാണ്, ഇതാണെന്നൊക്കെ പറയും. അതേ സ്ഥാനത്ത് തന്നെ അതായത് എത്രത്തോളം നമുക്കിട്ട് പണി തന്നുകൊണ്ടിരുന്നാലും അവിടെ മുസ്ലിങ്ങൾ ചാവുന്നതുകൊണ്ട് ഈ പറഞ്ഞ ക്രിസംഘികൾക്കും ഈ സംഘികൾക്കും ഒക്കെ ഒരു സമാധാനം കിട്ടുന്നതുകൊണ്ട് ഇപ്പോഴും ട്രംപിനെ അവൻ്റെ ഒക്കെ വാപ്പയുടെ വാപ്പായിട്ടാണ് അവൻ കാണുന്നത്. അതുകൊണ്ട് സംഘിയും ക്രിസംഘിയും ഇങ്ങനെ വന്ന് കുരച്ചുകൊണ്ടിരിക്കും. 2 ദിവസം കഴിയുമ്പോഴേക്കും ഇറാൻ മൊത്തം റിലീസ് ചെയ്യും. അതോടുകൂടി ഇങ്ങനെ അടച്ച് മിണ്ടാണ്ടിരിക്കും. ഒരു പഴുതും ഇല്ലാണ്ട്. അല്ലെങ്കിൽ ഇറാനിൽ ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ബോംബ് വിടുന്ന സമയത്ത് അതിൻ്റെ 2 മിസൈലെങ്കിലും ഈ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവിടുന്ന അവസ്ഥ, അതായത് ഒരു ഇന്റർസെപ്റ്റേഴ്സിനും തകർക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇന്നലെ ഖത്തറിന്ന് തകർത്തു എന്നും പറഞ്ഞിട്ടുള്ള കുറച്ച് ഇന്റർസെപ്റ്റേഴ്സ് പോയിട്ട് എന്താ പറയുക മിസൈലിനെ തകർത്തിട്ടുണ്ട് എന്നുള്ള ചില വീഡിയോസും ക്ലിപ്പുകളും വന്നിരുന്നു. പക്ഷേ ഖത്തറിൻ്റെ അടിക്കേണ്ടടുത്ത് നല്ല പോലെ പോയി ഇത് വീണിട്ടുമുണ്ട്, അവിടെ പണി കിട്ടിയിട്ടുമുണ്ട്. ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ അതുപോലെ തന്നെ വിട്ടുപോയത് പറയാം. യിലും ഇന്ന് രാവിലെ തന്നെ അലാം വന്നിട്ടുണ്ട്, എമർജൻസി അലേർട്ട് വന്നിട്ടുണ്ട്. യിലെ പല സ്ഥലങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അതായത് ബേസുകളിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ ഇനി പുറത്ത് വരാനുള്ളതേ ഉള്ളൂ. നമ്മൾ കാണാൻ അവിടെ നിന്ന് ഒരു വീഡിയോ ക്ലിപ്പെങ്കിലും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് പോകുന്ന മറ്റേ ID നോക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ IP നമ്പർ നോക്കിയിട്ട് കംപ്ലീറ്റ്ലി പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പണി കൊടുക്കുന്നത് ഇപ്പം ആയതുകൊണ്ട് അവിടുത്തെ ആൾക്കാരും അത് എടുത്ത് വിടുന്നൊന്നുമില്ല. നമുക്ക് അതും കൂടെ വെയിറ്റ് ചെയ്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്. യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമോസ് കംപ്ലീറ്റ്ലി ക്ലോസ് ആക്കി വീണ്ടും ഇറാൻ. ഇനിയും നമുക്ക് ഈ ഊർജ്ജ പ്രതിസന്ധികളും മറ്റ് ചരക്ക് പ്രതിസന്ധികളൊക്കെ ലോകരാജ്യങ്ങൾക്ക് വീണ്ടും വരാൻ പോവാണ്. റഷ്യയും ചൈനയും അതുപോലെ തന്നെ സപ്പോർട്ട് ഇറാന് പൂർണ്ണമായിട്ട് കൊടുക്കാം എന്നുള്ളൊരു പ്രസ്താവനയും കൂടെ വന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞാൽ ഒരു പൂർണ്ണ യുദ്ധത്തിലോട്ട് വീണ്ടും എങ്ങനെയായിരുന്നു തുടങ്ങിയിരുന്നത് അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് ഇത് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യം പറയുകയാണെങ്കിൽ താഴത്ത് വന്ന് കമൻറ്റ് ഇടുക. പിന്നെ സംഘി ക്രിസംഘി നിങ്ങളും കമൻറ്റ് ഇടണം. നിങ്ങളുടെ കമൻറ്റാണ് നമുക്ക് കൂടുതൽ റീച്ച് തരുന്നത്. അതുകൊണ്ട് മാക്സിമം വീഡിയോ കാണുക, കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത ഒരു അപ്ഡേറ്റിൽ കാണാം. ബൈ.